കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ വരൾച്ചയിൽ സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികൾ കടുത്ത ഉൽപാദന പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇന്നലെ സംസ്ഥാനത്തെ 32 ജലവൈദ്യുത പദ്ധതികളിൽ നിന്നായി ഉൽപ്പാദിപ്പിക്കാനായത് കേവലം 7.94 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രം. ജനങ്ങൾ സഹകരിക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി അഭ്യർത്ഥിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് സംസ്ഥാനം കടുത്ത വരൾച്ചയിലേക്ക് വഴുതി വീഴുന്ന ഘട്ടത്തിലാണ് സംസ്ഥാനത്തെ വലുതും ചെറുതുമായ ജലവൈദ്യുത പദ്ധതികളിലെ ഉൽപാദനം ആശങ്കാജനകമായ ഉൽപാദന പ്രതിസന്ധി നേരിടുന്നത്. കഴിഞ്ഞ ദിവസം 2 സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളിലടക്കം സംസ്ഥാനത്തെ 32 പദ്ധതികളിൽ നിന്നായി ആകെ ഉൽപ്പാദിപ്പിക്കാനായത് 7.9347 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമാണ്. ഏറ്റവും വലിയ പദ്ധതിയായ ഇടുക്കിയിൽ 3.252 ദശലക്ഷം യൂണിറ്റ് ഉൽപാദനം മാത്രം നടന്നപ്പോൾ രണ്ടാമത്തെ വലിയ പദ്ധതിയായ പത്തനംതിട്ട ശബരിഗിരി പദ്ധതിയിൽ ഉൽപ്പാദിപ്പിക്കാനായത് കേവലം 0.19 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമാണ്. ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 2337.64 അടിയാണ്. ഇത് സംഭരണശേഷിയുടെ 36% മാത്രമാണ്. നിലവിലെ അവസ്ഥയിൽ 768.094 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. എന്നാൽ ശബരിഗിരി പദ്ധതിയിൽ 372.265 ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം മാത്രമാണ് അവശേഷിക്കുന്നത്. വരാനിരിക്കുന്ന കടുത്ത വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഉപഭോഗം കുറച്ച് സഹകരിക്കണമെന്ന് വൈദ്യുതി മന്ത്രി എം എം മണി അഭ്യർത്ഥിച്ചു. പഴയതുപോലെ ലാവിഷായി ഉപയോഗിക്കുന്ന രീതിയിൽ ജനങ്ങൾ തന്നെ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നു എന്നാണ്. അങ്ങനെ നിയന്ത്രണം കൊണ്ടുവന്നാൽ തന്നെ അത് കുറച്ച് ലാഭകരമാകുമെന്നാണ്. സംസ്ഥാനത്തെ എല്ലാ അണക്കെട്ടുകളിലെയും ജലലഭ്യത കണക്കാക്കുകയാണെങ്കിൽ ആകെ ഉൽപ്പാദിപ്പിക്കാനാകുക 1802.865 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമാണ്. ഇത് സംസ്ഥാനത്തിന്റെ ആകെ ഉപഭോഗവുമായി തട്ടിച്ചു നോക്കിയാൽ വരാനിരിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിയുടെ കാഠിന്യം വ്യക്തമാകും. ലെസ്ലി ജോൺ, ഇടുക്കി. ആളയാറിൽ നിന്നും കേരളത്തിലേക്ക് ജലം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് കർഷകർ പാലക്കാട്ടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ചരക്ക് വണ്ടികൾ തടഞ്ഞു. കർഷക ജലസംരക്ഷണ സമിതികളുടെ നേതൃത്വത്തിലായിരുന്നു സമരം. മീനാക്ഷിപുരം, ഒഴലപ്പതി, ഗോപാലപുരം, നടുപ്പുണ്ണി ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിഷേധം. പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ആളിയാറിൽ നിന്നും കേരളത്തിന് അർഹമായ വെള്ളം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ചരക്ക് വണ്ടികളാണ് ചെക്ക് പോസ്റ്റുകളിൽ സമരക്കാർ തടഞ്ഞത്. കുറച്ചു മാസങ്ങളായി പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം ലഭിക്കേണ്ട വെള്ളം തമിഴ്നാട് ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചതിനെ തുടർന്ന് ചിറ്റൂർ മേഖലയിൽ രണ്ടാം വിള കൃഷി ഉപേക്ഷിച്ചിരുന്നു. വേനലെത്തിയതോടെ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണിപ്പോൾ. ഇതോടെയാണ് സ്ത്രീകളും കുട്ടികളുമടക്കം കുടവുമായി സമരത്തിനിറങ്ങിയത്. തണ്ണിയില്ല, കുടിக்கிறക്ക് തണ്ണിയില്ല, മാടുകണ്ണുകൾക്ക് തണ്ണിയില്ല, കാട് വെള്ളാമക്കാരർക്ക് തണ്ണിയില്ല, തെന്നം തോട്ടத்துக்கு தண்ணியில்ல. தண்ணி இல்லாமல் நாங்கள் இப்படி இருந்து என்ன பண்ணுறது? தொடர்ந்து இதே போல் தண்ணி கொண்டு வராமல் நாங்கள் தொடர்ந்து போராடுவோம். തമിഴ്നാട്ടിൽ നിന്നും കരാർ പ്രകാരം പറമ്പിക്കുളം ആളിയാറിൽ നിന്നും കേരളത്തിലേക്ക് തരേണ്ട കരാർ പ്രകാരമുള്ള വെള്ളം 7.5 TMC വെള്ളം തരേണ്ടതിൽ ഇപ്രാവശ്യം 2 TMC വെള്ളമേ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇതിലൊരു തീരുമാനമായില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ ഇതിൻ്റെ സമരമുറ മാറ്റുകയും ഭാഗങ്ങൾ മുഴുവൻ ജനങ്ങൾ ഇളകി കുടിവെള്ളത്തിന് വേണ്ടി ഒരു സമരം നടത്താൻ ഞങ്ങൾ തയ്യാറാവും. കേരളത്തിന് അർഹമായ വെള്ളം ലഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം. നാളെ തിരുവനന്തപുരത്ത് കേരള തമിഴ്നാട് സെക്രട്ടറി തല ചർച്ച നടക്കുന്നുണ്ട്. പറമ്പിക്കുളം ആളിയാർ ജലക്രമീകരണ ബോർഡ് യോഗങ്ങളിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് സെക്രട്ടറി തല ചർച്ച വിളിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. UDF സർക്കാർ നികത്താൻ അനുവാദം കൊടുത്ത ഉപയോഗശൂന്യമെന്ന് എഴുതി തള്ളിയ മെത്രാൻ കായൽ പാടങ്ങൾ കതിരണിഞ്ഞു. LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായി 8 വർഷങ്ങൾക്ക് ശേഷമാണ് മെത്രാൻ കായലിൽ വിത്ത് വിതച്ചത്. ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ വിള കൊയ്തെടുക്കാനാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. വിവാദങ്ങൾക്കൊടുവിൽ വിത്തിറക്കിയ മെത്രാങ്കായൽ കതിരിട്ടു. 404 ഏക്കറുള്ള മെത്രാങ്കായലിൽ ഏകദേശം 350 ഏക്കറിലാണ് നെൽകൃഷി. LDF സർക്കാർ അധികാരത്തിലേറിയതോടെയാണ് ഇടവേളയ്ക്ക് ശേഷം മെത്രാങ്കായലിൽ വിത്ത് വീണത്. ഭൂമാഫിയയ്ക്ക് പാടം വിട്ടുകൊടുക്കാതിരുന്ന 5 കർഷകർ 25 ഏക്കറിൽ വിത്തിറക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതോടെ സർക്കാർ ബണ്ട് നവീകരിക്കുകയും മോട്ടോർ തറ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു. പിന്നാലെ DYFI, SFI, കിസാൻ സഭ, സന്നദ്ധ സംഘടനാ പ്രവർത്തകരും രംഗത്തെത്തിയതോടെ മെത്രാങ്കായലിൽ നെൽക്കതിർ പൂത്തുലഞ്ഞു. ഇപ്പം കൃഷി ഇറക്കിയിരിക്കുന്ന പാടത്ത് കതിരണിഞ്ഞിരിക്കുകയാണ്. ഇതുമൂലം ഈ നാട്ടിലെ ആയിരക്കണക്കിന് കർഷക തൊഴിലാളികൾക്ക് ഇവിടെ പണി ലഭിക്കുകയും ഇനിയിപ്പോൾ ഒരു കൊയ്ത്ത് മഹോത്സവത്തിനായി ഈ നാട് കാത്തിരിക്കുകയാണ്. വിത പൂർത്തിയായ ശേഷം ഇരണ്ടകൾ കൂട്ടത്തോടെ എത്തി നെൽവിത്ത് തിന്നു തീർത്തെങ്കിലും പിന്മാറാൻ തയ്യാറാകാതിരുന്ന കർഷകർ നഷ്ടം സഹിച്ചും വീണ്ടും വിത്തിറക്കി.
അത്യുൽപാദന ശേഷിയുള്ള ശ്രേയസ്, ഉമ, അയ്യാറെട്ട് വിത്തിനങ്ങൾ വിതച്ച ഈ പാടത്തുനിന്ന് മികച്ച വിളവാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. കാത്തിരിപ്പിനൊപ്പം പ്രതീക്ഷകൾ നോക്കത്താ ദൂരത്ത് കതിരണിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് ഈ നാടും ഇവിടുത്തെ കർഷകരും. ക്യാമറമാൻ സാംജിത് ആർപ്പൂക്കരയോടൊപ്പം മെത്രാങ്കായിൽ നിന്നും ടി.പി. പ്രശാന്ത്. കച്ചവടം ലക്ഷ്യമാക്കിയുള്ള സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കടന്നുവരവാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ എയ്ഡഡ് മേഖലയിലെ പൊതുവിദ്യാലയങ്ങളിലെ 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പൊതുവിദ്യാലയങ്ങളുടെ നിലവാരം ഉയർത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിനാണ് തിരുവനന്തപുരം മലയങ്കിഴ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത്. സംരക്ഷണ യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ച ഘടകങ്ങളെ മുഖ്യമന്ത്രി അക്കമിട്ടാണ് പ്രതിപാദിച്ചത്. വിദ്യാഭ്യാസ സ്ഥാപനം എന്നത് ഒരു ലാഭമുണ്ടാക്കാൻ പറ്റുന്ന സ്ഥാപനമാണ് എന്ന കണക്കുകൂട്ടലിലേക്ക് ആളുകൾ മാറി. അബ്കാരിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വലിയ ലാഭം വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയാൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ്. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരു വിദ്യാലയത്തിൽ വേണ്ടത് അത് മാതൃകയാക്കണം. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ വേണ്ടിയുള്ള പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. അധ്യാപകർക്കും കാലാനുസൃത പരിശീലനം കൊടുക്കുക എന്നതും പദ്ധതിയിൽ ഉൾപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ IB സതീഷ് MLA, A സമ്പത്ത് MP, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഉഷ ടൈറ്റസ്, DPI മോഹൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂരിൽ കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ച വേദിക്ക് സമീപം ബോംബെറിഞ്ഞ കേസിൽ 12 RSS പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ തലശ്ശേരി DYSP ഓഫീസിൽ ചോദ്യം ചെയ്തു. ബോംബെറിഞ്ഞത് RSSന്റെ പൂർണ്ണ അറിവോടെയെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ വ്യക്തമാക്കി. നങ്ങാരത്ത് പറമ്പിൽ KP ജിജേഷ് സ്മാരകം RSS പ്രവർത്തകർ വികൃതമാക്കി. കോടിയേരി നങ്ങാരത്ത് പീടികയിൽ ഇന്നലെ CPIM പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണൻ ജിജേഷ് അനുസ്മരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയാണ് ബോംബേറുണ്ടായത്. CPIM പ്രവർത്തകരോട് ശാന്തരാവാനും ആത്മസംയമനം പാലിക്കാനും നേതാക്കളടക്കം ആഹ്വാനം ചെയ്തതിന്റെ ഭാഗമായി കാര്യമായ ആക്രമണ സംഭവങ്ങളൊന്നും സംസ്ഥാനത്തുണ്ടായില്ല. അതേസമയം രക്തസാക്ഷിയെ അപമാനിക്കും വിധത്തിൽ ജിജേഷ് സ്മാരക സ്തൂപത്തിൽ മലമൂത്ര വിസർജനം നടത്തിയും കരിയോയിലൊഴിച്ചും ഇന്ന് പുലർച്ചെയോടെ വീണ്ടും പ്രകോപനപരമായ പ്രവൃത്തികൾ നങ്ങാരത്ത് പീടികയിൽ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ നടന്ന ആക്രമണ സംഭവങ്ങൾ RSS നേതൃത്വം ഗൂഢാലോചന നടത്തി ചെയ്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കൃത്യമായ നേതൃത്വത്തിന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആക്രമണമാണെന്ന് അത് സ്ഥാപിക്കത്തക്ക നിലയിലാണ് ഇന്ന് പുലർച്ചെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളും തെളിയിക്കുന്നത്. വിഷ്ണുവിനെ നിർബന്ധിച്ച് ആത്മഹത്യാക്കുറിപ്പ് എഴുതിച്ച സംഭവം പുറത്തായതും സംഘപരിവാർ സംഘടനകൾക്കിടയിലെ ഭിന്നത മൂടിവെക്കാനും ബോധപൂർവം ആക്രമണം നടത്തി വിഷയം തിരിച്ചുവിടാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. RSSനകത്ത് വലിയ നിലക്കുള്ള ഭിന്നത നിലനിൽക്കുകയാണ്. ഈ ഭിന്നത പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആക്രമണങ്ങളെയും അവർ ഉപയോഗപ്പെടുത്തുന്നത്. ആ ഘട്ടത്തിലും പാർട്ടി ജനങ്ങളോട് പറയുന്നത് ആത്മസംയമനം പാലിക്കുക. ഫെബ്രുവരി 3 ജില്ലയിൽ 203 കേന്ദ്രങ്ങളിൽ RSS അധോലോക സംഘം തിരിച്ചറിയുക, സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നടന്ന ആക്രമണം സമഗ്രമായി അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം ഇന്നലെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് 12 RSS പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പ്രസംഗവേദിക്ക് സമീപം RSSന്റെ ബോംബാക്രമണം ആസൂത്രിതമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആക്രമണത്തെ CPIM പോളിറ്റ് ബ്യൂറോ അപലപിച്ചു. RSS സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. RSSന്റെ രാക്ഷസീയ മുഖം വെളിവാക്കുന്നതാണ് സംഭവമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. കണ്ണൂരിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിക്കവേ വേദിക്ക് സമീപം ബോംബേറ് നടത്തിയ BJP RSS നീക്കത്തെ CPIM പോളിറ്റ് ബ്യൂറോ ശക്തമായി അപലപിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ BJP RSS നടത്തിയ ബോംബാക്രമണത്തെ പാർട്ടി ശക്തിയായി അപലപിക്കുന്നു. ഇത്തരം കടന്നാക്രമണങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തളർത്താനാവില്ല. അത് വെറും വ്യാമോഹം മാത്രമാണ്. പ്രസംഗവേദിക്ക് സമീപം RSS നടത്തിയ ബോംബാക്രമണം ആസൂത്രിതമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ആസൂത്രിതമായി നടന്നൊരു സംഭവമാണ്. ഈ പറയുന്ന സംഭവം ചെയ്ത ആളുകളെ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്കൊക്കെ അറിയാം. പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ളൊരു പ്രദേശത്ത്
കുറച്ചാളുകൾ വന്ന് അക്രമം സംഘടിപ്പിച്ച് CPM-നെ പ്രകോപിപ്പിക്കുക, അതിനുവേണ്ടി ചെയ്ത ഒരു നടപടിയാണ്. പ്രസംഗവേദിക്ക് സമീപം ബോംബെറിഞ്ഞത് ജനങ്ങളുടെ സമാധാനം തകർക്കാനുള്ള RSSന്റെ ശ്രമമെന്ന് VS അച്യുതാനന്ദൻ. മോദിയുടെ ഭരണത്തിന് കീഴിൽ RSS ബോധപൂർവം പ്രകോപനമുണ്ടാക്കുന്നുവെന്നും ജനാധിപത്യവാദികൾ മുഴുവൻ ജാഗ്രത പാലിക്കണമെന്നും VS പറഞ്ഞു. RSSന്റെ രാഷ്ട്രീയ മുഖമാണ് ഇതിലൂടെ വെളിവാകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. ചാർജ് വർധന ആവശ്യപ്പെട്ട് ബസ് ഉടമകൾ ഫെബ്രുവരി 2 മുതൽ തുടങ്ങാനിരുന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനുമായി ബസ് ഉടമകൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ചാർജ് കൺസെഷൻ വർധനയുടെ കാര്യത്തിൽ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് തീരുമാനമെടുക്കും. ദേശസാൽകൃത റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്കും ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ലൈസൻസ് അനുവദിക്കുന്നത് പരിഗണിക്കും. തുടങ്ങിയ കാര്യങ്ങളാണ് മന്ത്രിയും സംഘടനകളുമായുള്ള ചർച്ചയിൽ തീരുമാനമായത്. സമരത്തിൽ നിന്ന് പിന്മാറുന്നതായി ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. നിർധന കുടുംബത്തിനായി DYFI നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. കൊച്ചി എളമക്കര താന്നിക്കൽ വിനീഷിന്റെ കുടുംബത്തിന് വേണ്ടി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി 13 കുടുംബങ്ങൾക്കാണ് DYFI വീട് നിർമ്മിച്ചു നൽകുന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിനീഷിന്റെ കുടുംബത്തിനാണ് DYFI വീട് നിർമ്മിച്ചു നൽകിയത്. കൽപ്പണിക്കാരനായ മകന്റെ വരുമാനത്തിലാണ് 3 സെന്റിലെ ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ വേണുഗോപാലും കുടുംബവും കഴിഞ്ഞിരുന്നത്. സമ്മേളനത്തോടനുബന്ധിച്ച് വീട് നിർമ്മിച്ചു നൽകാൻ പദ്ധതിയിട്ടപ്പോൾ തന്നെ ആർക്ക് ആദ്യം എന്നത് സംബന്ധിച്ച് DYFIക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല. DYFI മുൻ ജില്ലാ സെക്രട്ടറി അനിൽകുമാർ. എളമക്കരയിൽ തന്നെയുള്ള CPIM-ന്റെ അംഗങ്ങൾ മാത്രം ഏതാണ്ട് 1,30,000 രൂപ ഈ വീടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അവരുടെ സ്വന്തം വരുമാനത്തിൽ നിന്നും മാറ്റിവെച്ചു. 6,15,000 രൂപ ചെലവിട്ട് 36 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ മന്ത്രി AC മൊയ്തീൻ വിനീഷിന്റെ മാതാപിതാക്കൾക്ക് കൈമാറി. മകന്റെ വേർപാടിൽ നീറുന്ന മനസ്സുമായി കഴിഞ്ഞിരുന്ന വേണുഗോപാലിനും സരോജത്തിനും DYFI സമ്മാനിച്ച വീട്ടിലേക്ക് നിറഞ്ഞ മനസ്സോടെ അവർ ഗൃഹപ്രവേശം നടത്തി. DYFI പ്രവർത്തകരുടെ സന്മനസ്സിന് വിനീഷിന്റെ കുടുംബം നന്ദി അറിയിച്ചു. സന്തോഷമായി. എപ്പോഴും എന്ത് വേണ്ടിയാണ് കടപ്പാടത്തിന് നന്ദിയുണ്ട്. ജില്ലയിലെ നിർധനരായ 13 കുടുംബങ്ങൾക്കായി DYFI നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനം ഈ മാസം 30 പൂർത്തിയാക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പത്തനംതിട്ട വായ്പൂർ അമ്പലത്തിൽ മദം പൊട്ടിയ ആനയെ തളയ്ക്കുന്നതിനിടെ കൊല്ലപ്പെട്ട ഡോക്ടർ ഗോപകുമാറിന്റെ കുടുംബത്തിന് രാഷ്ട്രപതിയുടെ ധീരതാ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചു. ഒരു ഗ്രാമത്തെ ഒന്നടങ്കം രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് 2 വർഷങ്ങൾക്ക് മുൻപ് ആന പരിപാലകനും മയക്കുവെടി വിദഗ്ധനുമായ ഗോപകുമാർ കൊല്ലപ്പെട്ടത്. പുരസ്കാര ലബ്ധിയിൽ ആദരിക്കപ്പെടുന്നത് ഗോപകുമാറിന്റെ കുടുംബം കൂടിയാണ്. 2015 ജനുവരി 15 മറക്കാൻ ശ്രമിക്കുന്ന ശാപഗ്രസ്തമായ ദിനം ബിന്ദുലക്ഷ്മിയുടെ മനസ്സിലൂടെ ഒരിക്കൽ കൂടി കടന്നുപോയി. മനസ്സിലെ കലണ്ടറിൽ കറുത്ത അക്ഷരത്തിൽ വിധി കോറിയിട്ട ദിനം ഒരു പേക്കിനാവ് പോലെ ഓർത്തെടുക്കുകയാണ് ഡോക്ടർ ഗോപകുമാറിന്റെ സഹധർമ്മിണി ഡോക്ടർ ബിന്ദുലക്ഷ്മി. പത്തനംതിട്ട മല്ലപ്പള്ളിക്കടുത്തുള്ള ഒരു അമ്പലത്തിൽ ആനയിടഞ്ഞു എന്ന പരിഭ്രാന്തമായ സന്ദേശം കേട്ടാണ് ഡോക്ടർ ഗോപകുമാർ വീട്ടിൽ നിന്ന് പോകുന്നത്. 78-ലേറെ ആനകളെ മയക്കുവെടി വെച്ച് തളച്ച് വിദഗ്ധനായ ഡോക്ടർ പടിയിറങ്ങി പോകുമ്പോൾ ഇത് അവസാന യാത്രയെന്ന് ബിന്ദുലക്ഷ്മി കരുതിയില്ല. മാതംഗ ഹൃദയമറിയുന്ന ഈ ആനപ്രേമിക്ക് കരിവീരന്മാരെന്നും കളിക്കുഞ്ഞുങ്ങളെ പോലെയാണ്. തിരുവല്ല മല്ലപ്പള്ളിക്കടുത്തുള്ള വായ്പൂർ അമ്പലത്തിൽ ജനങ്ങൾക്ക് നേരെ ചീറിയെടുത്ത ഗംഗാപ്രസാദ് എന്ന ആനയെ നേർക്കുനേർ വെടിവെക്കാനുള്ള ശ്രമത്തിൽ ലക്ഷ്യം വിജയിച്ചു. എന്നാൽ വയറ്റിൽ വെടികൊണ്ട ആനയുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഗോപകുമാറിന് അടിതെറ്റി. ഗോപകുമാർ കൊല്ലപ്പെട്ടെങ്കിലും മയക്കുവെടി ലക്ഷ്യം പിഴച്ചില്ല. 30 മിനിറ്റുള്ളിൽ തന്നെ ആന മയങ്ങി വീണു. ഒരു നാടിനെ മുഴുവൻ കൊലക്കളമാക്കുമായിരുന്ന വലിയ ദുരന്തം സ്വയം ഏറ്റുവാങ്ങി ഗോപകുമാർ. ഒരു സിവിലിയൻ ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നതമായ ധീരതാ പുരസ്കാരം തന്റെ യശശരീരനായ ഭർത്താവിന് ലഭിക്കുന്നു എന്നറിയുമ്പോൾ അഭിമാനം മാത്രമെന്ന് സഹധർമ്മിണി ബിന്ദുലക്ഷ്മി പറയുന്നു. അത് ദൈവം തന്നു. അത് കേരള ഗവൺമെന്റിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും എല്ലാം ഞങ്ങൾ ഫാമിലി മുഴുവൻ കൃതജ്ഞതയുള്ളവരാണ്. നാഥനില്ലാത്ത ഈ കുടുംബത്തിന്റെ പൂമുഖത്തിരിക്കുമ്പോഴും ബിന്ദുലക്ഷ്മി തിരിച്ചറിയുകയാണ് തന്റെ ഭർത്താവിന്റെ ജീവത്യാഗമാണ് ഒരു നാടിനെ രക്ഷിച്ചതെന്ന്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ആലപ്പുഴയിലെ പഴയകാല കലാകാരന്മാരുടെ കൂട്ടായ്മ ശ്രദ്ധേയമാകുന്നു. കേരളത്തിൽ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഈ കലാകാരന്മാർ കഴിഞ്ഞ 2 വർഷത്തിലധികമായി എല്ലാ ദിവസവും ആലപ്പുഴയിൽ ഒത്തുചേരും. ഇവരുടെ ഗാനമേള ദിവസവും സൗജന്യമായി കാണാനും വേണ്ടിവന്നാൽ ഗാനം ആലപിക്കാനും ഇവർ അവസരം നൽകും. റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ സക്രിയ ബസാറിന് സമീപമുള്ള ഒരു ഹാളിലാണ് എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെ കലാസ്വാദകരുടെ ഈ കൂട്ടായ്മ നടക്കുന്നത്. റിട്ടയർഡ് ന്യായാധിപന്മാർ, IPSകാർ തുടങ്ങി സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ളവരും ഇവിടെ ഒരുപോലെ ഒഴുകിയെത്തുന്നു.
ഇതിനിടയിൽ പാട്ട് പാടേണ്ടവർക്ക് സംഗതികളൊന്നുമില്ലെങ്കിൽ തന്നെയും പാട്ടുകൾ പാടാം. അങ്ങനെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു സംഗമവേദിയായി കഴിഞ്ഞ 2 വർഷത്തിലധികമായി സാരംഗ് മാറിക്കഴിഞ്ഞു. 80 അംഗങ്ങളാണ് ഈ ക്ലബിലുള്ളത്. വൈകുന്നേരങ്ങളിൽ എത്തുന്ന അംഗങ്ങളുടെ ആരുടെയെങ്കിലും വിശേഷ ദിവസമാണെങ്കിൽ അവർ ചായയും പലഹാരങ്ങളും എത്തിക്കും. അങ്ങനെ ചായ കുടിയും പാട്ടുപാടലുമൊക്കെയായി ഗാനമേള കൊഴുക്കുകയാണ്. ഇവർക്കൊക്കെ വൈകുന്നേരങ്ങളിൽ വന്ന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എൻജോയ് ചെയ്യാം. വളരെ കറകളഞ്ഞ മനസ്സമാധാനത്തോടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു വേദി ഉണ്ടാക്കുക. ഒട്ടനവധി കലാപാരമ്പര്യങ്ങളൊന്നും ആലപ്പുഴയ്ക്ക് പറയാനില്ലെങ്കിലും നഗരത്തിലെ കലാസ്വാദകരുടെ ഈ കൂട്ടായ്മ വളരെ ചിട്ടയോടുകൂടിയാണ് ഇപ്പോൾ ഓരോ ദിവസവും മുന്നേറുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊല്ലത്ത് വ്യത്യസ്തമായൊരു ജന്മദിന ആഘോഷം നടന്നു. ആശ്രാമം ഡോഗ് സ്ക്വാഡിലെ റാണി, റീന എന്നീ പോലീസ് നായ്ക്കളുടെ ജന്മദിനമാണ് ആഘോഷിച്ചത്. കേരള പോലീസിലെ മിടുക്കികളായ 2 നായകൾ, റാണിയും റീനയും. ഇരുവരുടെയും 3ാം ജന്മദിന ആഘോഷമാണ് വ്യത്യസ്തമാക്കിയത്. കൊല്ലം മേയർ രാജേന്ദ്രബാബു തന്നെ ജന്മദിന ആഘോഷങ്ങൾക്ക് വിശിഷ്ട അതിഥിയായി എത്തി. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മികച്ച പേരെടുത്ത പോലീസ് നായ്ക്കളാണ് ഇരുവരും. ട്രാക്കർ ഡോഗായ റാണിയും സ്നിഫർ ഡോഗായ റീനയും ഇതിനകം തെളിയിച്ച കേസുകൾ നിരവധി. രണ്ടുപേരും അവരവരുടെ വർക്കിൽ അങ്ങേയറ്റം കഴിവ് തെളിയിച്ചിട്ടുള്ള നായ്ക്കളാണ്. കൊല്ലത്ത് വന്നതിന് ശേഷം തന്നെ മിക്കവാറും പോലീസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ കൊലപാതക കേസുകൾക്ക് പോകാറുള്ള നായി നമ്മോടൊപ്പം ഉണ്ട്. കൊല്ലത്തിന്റെ ഒരു അഭിമാനമാണ്. അതിഥികൾക്ക് മുന്നിൽ ഇരുവരും അണ്ണാങ്കുഞ്ഞിന് തന്നാലായത് എന്ന് പറഞ്ഞ പോലെ ചില അഭ്യാസ പ്രകടനങ്ങളും കാഴ്ചവെച്ചു. പക്ഷേ റീന താൻ ഒരു നാണംകുണുങ്ങിയാണെന്നും സഭാകമ്പം മാറിയിട്ടില്ലെന്നും തെളിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഗ്ലോബൽ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് ജോസഫിന് ഇൻഡോ ബ്രിട്ടീഷ് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. ലണ്ടനിലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ നടന്ന ഇൻഡോ ബ്രിട്ടീഷ് ബിസിനസ് മീറ്റിൽ വെച്ചാണ് ലോക്ടൺ ടൗൺ കൌൺസിൽ ഡെപ്യൂട്ടി മേയർ ഫിലിപ്പ് എബ്രഹാം രാജീവ് ജോസഫിനെ ആദരിച്ചത്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കളും അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തു. ഇൻഡോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എയറോപോളീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് രാജീവ് ജോസഫിന്റെ നേതൃത്വത്തിൽ വിമാനത്താവള കമ്പനി പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി എസ്.എം. വിജയാനന്ദനും അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനും തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ രൂക്ഷ വിമർശനം. കോടികളുടെ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥനെ എന്തിന് സംരക്ഷിക്കുന്നുവെന്നും ടോം ജോസിനെതിരെ എത്ര കേസുണ്ടെന്നും കോടതി ചോദിച്ചു. സിഡ്കോ അഴിമതിയിൽ ടി.ഒ. സൂരജ് ഉൾപ്പെടെ 4 പ്രതികൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും കോടതി ഉത്തരവിട്ടു. IAS ഉദ്യോഗസ്ഥർക്കെതിരായ ഫയലുകൾ പൂഴ്ത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് എസ്.എം. വിജയാനന്ദനെതിരെ രൂക്ഷ പരാമർശം കോടതി നടത്തിയത്. ടോം ജോസിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെടുന്ന വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശ ചീഫ് സെക്രട്ടറി പൂഴ്ത്തി എന്നായിരുന്നു ഹർജി. ടോം ജോസിനെതിരെ എത്ര കേസുകളുണ്ടെന്ന് കോടതി ആരാഞ്ഞു. 2 കേസുകളിൽ പ്രതിയാണെന്ന് വിജിലൻസ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചപ്പോഴാണ് രൂക്ഷ പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥരെ എന്തിനാണ് സംരക്ഷിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. വകുപ്പ് തല നടപടികൾ ശുപാർശ ചെയ്ത 10ഓളം ഫയലുകൾ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണെന്ന് കോടതി പറഞ്ഞു. ഹർജിക്ക് ആധാരമായ മുഴുവൻ ഫയൽ രേഖകളും വിജിലൻസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഫയലുകൾ പരിശോധിച്ച് വിധി പറയുന്നതിനായി ഫെബ്രുവരി 7 കേസ് മാറ്റി. ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയ്ക്കെതിരായ ഹർജിയും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. സമാനമായ മറ്റൊരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്ന് വിജിലൻസ് അറിയിച്ചു. അതിന്റെ തീരുമാനം അറിഞ്ഞ ശേഷം പരിഗണിക്കുന്നതിനായി ഫെബ്രുവരി 6 കേസ് മാറ്റി. സിഡ്കോ MD നിയമിച്ചതിലെ ക്രമക്കേടിൽ ടി.ഒ. സൂരജ്, സിഡ്കോ മുൻ MD സജി ബഷീർ, ഇസഹാക്ക് എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായും വിജിലൻസ് തിരുവനന്തപുരം കോടതിയെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അന്തരിച്ച മുൻ ഫോറൻസിക് ലാബ് മേധാവി ഡോക്ടർ മുരളീകൃഷ്ണനെ അനുസ്മരിക്കുന്ന കുറിപ്പുകൾ അടങ്ങിയ പുസ്തകം പ്രകാശനം ചെയ്തു. ബൈജു ഭാസ്കർ രചിച്ച അതീന്ദ്രിയ ശേഷികളുടെ മായാലോകം എന്ന പുസ്തകം സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണൻ ADGP B. സന്ധ്യയ്ക്ക് നൽകി പ്രകാശനം നിർവഹിക്കുകയായിരുന്നു. തിരുവനന്തപുരം YMCA ഹാളിൽ നടന്ന പരിപാടിയിൽ ജെയിംസ് വടക്കഞ്ചേരി അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു.